ഹേ ഹലോ ഗായ്സ്, വെൽക്കം ടു സുമിയാസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ അനിയത്തിക്ക് ഞാനൊരു സർപ്രൈസ് ആയിട്ടൊരു സംഭവം കൊടുക്കാൻ പോവാണ്. വേറെ ഒന്നുമില്ല, ഞാനിപ്പോൾ തിരുവില്ലാമല കാർമൽ കഫേയിലാണ് നിൽക്കുന്നത്. ഞാനൊരു കേക്ക് മേടിക്കാൻ വന്നതാണ്. ഞാൻ എൻ്റെ കസിനും കൂടിയിട്ട്. അവൾക്ക് ലൈസൻസ് കിട്ടി. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ലൈസൻസ് എടുക്കണമെന്ന്. അപ്പം അവൾക്ക് കാറിൻ്റെയും ബൈക്കിൻ്റെ അല്ല സ്കൂട്ടിൻ്റെയും ലൈസൻസ് കിട്ടി കേട്ടോ. അപ്പം ഞങ്ങൾ വേറൊരു വഴിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ കേക്ക് മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഞാൻ മേടിച്ച്. അപ്പോൾ വീട്ടിലൊന്നും ആർക്കും അറിയത്തില്ല. ഞാൻ ഇവനെയും കൂട്ടി വന്ന് ഞാൻ ഇവനോട് ഇവിടുന്ന് പകുതി വഴിയിലെത്തിയിട്ട് ഞാൻ അവനോട് പറഞ്ഞത്, എടാ ഇങ്ങനെ ഒരു കേക്ക് മേടിക്കാൻ നമുക്ക് അവൾക്ക് കൊടുക്കാൻ സർപ്രൈസ് ആയിട്ട്, ഏതായാലും ലൈസൻസ് കിട്ടിയല്ലേ എന്ന് വിചാരിച്ച്. ഞങ്ങളുടെ എവിടെ നിന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ കുഞ്ഞു കാര്യങ്ങളൊക്കെ വലുതായി ആഘോഷിക്കും. ഞങ്ങളുടെ കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ഞങ്ങളെ കൊണ്ട് ഒതുങ്ങാവുന്ന രീതിയിൽ ഞങ്ങൾ വലിയൊരു ഹാപ്പിനെസ് പോലെ ആഘോഷിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ കേക്കൊക്കെ മേടിച്ച് പോണ വഴിക്ക് ഉപ്പ വേറൊരു സ്ഥലത്തോട്ട് പോകണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പ കൈയൊക്കെ കാട്ടിയിട്ട് അങ്ങോട്ട് വന്നിട്ട് വിളിച്ച്. അപ്പോൾ ഉപ്പ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു കേക്ക് മേടിച്ച് നമുക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ. ഉപ്പാക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇപ്പോൾ വേറെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിൽ പോവാം, വീട്ടിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോണപ്പാനെ ഞാൻ വിളിച്ച് തിരിച്ച് ഞാൻ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു പോയിട്ടോ. അപ്പോൾ വീട്ടിലുള്ളവർക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു ഞങ്ങൾ കേക്ക് കൊണ്ട് പോവാന്നുള്ള. അപ്പം ഞങ്ങൾ അങ്ങനെ നേരെ വീട്ടിലേക്ക് എത്തിയപ്പം ഉപ്പ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു അവിടെ എത്തിയപ്പോൾ ഉപ്പ കുഞ്ഞോടെ അടുത്ത് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൈസ്, ഈ കേട്ടത് വേറെ സൗണ്ടുമല്ല, അതിൻ്റെ സൗണ്ടിനെയാണ്. കാരണം എനിക്ക് സന്തോഷം കൂടി കഴിഞ്ഞാൽ എൻ്റെ സൗണ്ടൊക്കെ മാറും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വന്നപ്പോൾ ഞാൻ അലറിക്കാറിയും കൊണ്ടായിരുന്നു വീട്ടിലേക്ക് പോയത്. അപ്പോൾ തന്നെ ഇവർക്കെന്താ പ്രാന്തായെന്ന് വിചാരിച്ചതായി. അപ്പോൾ അതൊക്കെ പോട്ടെ, അതൊക്കെ സ്വാഭാവികമല്ലേ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവൾ നേരെ പോയി ഫേസെല്ലാം വന്ന് ഞങ്ങൾ കേക്ക് കൊടുത്ത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലെത്തി, നമ്മൾ കേക്ക് മുറിക്കാനുള്ള പ്ലാൻ തന്ത്രപ്പാടിലാണ്. ഞാൻ ഹെൽമെറ്റ് അപ്പോൾ ഗൈസ് ഞാനപ്പോൾ ആ ഹെൽമെറ്റൊക്കെ പോയി അയച്ചു വെച്ചു. അപ്പോൾ ഇപ്പം കേക്ക് കട്ട് ചെയ്യാൻ ഓപ്പൺ ചെയ്യുക എന്തൊക്കെ ഞാൻ പറയുന്നത്. നമ്മുടെ കേക്കെല്ലാം ഓപ്പൺ ചെയ്തതിൻ്റെ ഉപ്പ് വെച്ച് അപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചപ്പോൾ കേക്ക് പകുതി ചെരിഞ്ഞു പോയിട്ടോ. എൻ്റെ ആവേശം നിങ്ങൾ കണ്ടില്ലേ ഗൈസ്. ആ ആവേശം കൊണ്ട് ഞാൻ വണ്ടിയിൽ വരുമ്പോൾ ആട്ടി എന്തിനെയോ കാണിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവായിട്ട് കേക്ക് കുറച്ച് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതല്ല ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഞങ്ങൾ കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു കേട്ടോ ഗൈസ്. നമ്മളിതേ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ വരൂ.